ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾക്കൊരു വിശേഷമുള്ള ദിവസമാണ് കേട്ടോ. ഇവിടെ നന്ദേട്ടന്റെ തറവാട്ടില് പ്രതിഷ്ഠാദിനാണ്. തറവാട്ടമ്പലത്തില് പ്രതിഷ്ഠാദിനാണ്. അപ്പൊ ഞങ്ങള് തറവാട്ടിലേക്ക് പോവാണ്. മോനില്ല, മോന് പരീക്ഷ കൊണ്ട് അവല്ല. ഞാനും നന്ദേട്ടനും കൂടി ബൈക്കിലാണ് പോണത്. 2 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പൊ ശരി, ഞങ്ങൾ അവിടെ പോയിട്ട് കാണാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ തറവാട്ടിലെത്തി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട്ടമ്പലം. ഞങ്ങൾ നേരം വഴുകുന്നാണ് വിചാരിച്ചത്, പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും കറക്റ്റ് സമയമായിരുന്നു. പൂജ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പൂജയിലൊക്കെ നന്നായിട്ട് പങ്കെടുത്തു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പൊ ഞങ്ങളുടെ തറവാട്ടിലെ മൂത്ത എഴുത്തിയമ്മ ആദ്യം പറ വെച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും പറ വെച്ചു കേട്ടോ. എന്താ പറയാ, നന്ദേട്ടന്റെ വീട്ടില് പറഞ്ഞ വലിയൊരു കൂട്ടുകുടുംബാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഇട ദിവസം ആവുകൊണ്ട്. എന്നാലും പരമാവധി ഒരുമാതിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. മൂന്നാളും മൂന്നില്ലല്ലേ? നന്ദേട്ടന്റെ പെങ്ങന്മാരും എഴുത്തിമ്മമാരാണ് കേട്ടോ. ഞങ്ങളപ്പോ ഇവിടെ കുടുംബക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. ഇത് ബിന്ദു ചേച്ചി, പഞ്ചായത്ത് മെമ്പറാണ്, പഴഞ്ഞി കാട്ടകാമ്പാലില്. വേറൊരു എഴുത്തിയമ്മ, ഇതൊരു ഗീത ചേച്ചി. ഇതൊക്കെ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ട ചേച്ചിയാണ് എന്റെ ഗീത ചേച്ചി. എല്ലാരും ഇഷ്ടം തന്നെയാണ്. ഇത് നന്ദേട്ടന്റെ വെല്ലിച്ചിന്റെ മോളാണ്, നന്ദേട്ടന്റെ പെങ്ങള്. ഇതൊരു പെങ്ങള്, ഇതൊരു പെങ്ങള്, ഇതൊരു പെങ്ങള്, ഇതും പെങ്ങള്. ഇത് 4 ആളും പെങ്ങന്മാരാണ്. പിന്നെ ഇത് നന്ദേട്ടന്റെ സ്വന്തം ഏട്ടന്റെ ഭാര്യയാണ് എഴുത്തിയമ്മ, ഗിരിജ എഴുത്തിയമ്മ. ഇത് വേറെ എഴുത്തിയമ്മ. ഇത് നന്ദേട്ടന്റെ ഏട്ടന്റെ ഭാര്യയാണ്. എല്ലാവരും വല്യച്ഛന്റെ മോന്റെ ഭാര്യയാണ്. ഇത് നന്ദേട്ടന്റെ ഒരു ഏട്ടനാണ്. പാലുവായിലാണ് താമസം. അടുത്ത മാസം നന്ദേട്ടന്റെ ഇതൊരു പെങ്ങള്, ഇത് ഏട്ടത്തിയമ്മ, ഇത് ഏട്ടൻ. അങ്ങനെ ഞങ്ങളെല്ലാവരും തറവാടിന്റെ മുറ്റത്ത് തന്നെ വലിയ പന്തലിട്ടുണ്ടായിരുന്നു. ഒരുമിച്ചിരുന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തറവാട്ടിലെ എന്താ പറയാ, ഏട്ടന്റെ മക്കള് പിന്നെ ഏട്ടന്മാര് ഒക്കെ ചെറിയ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതാ കാണിച്ചു തരാട്ടോ. എന്താ പറയാ, ഡാൻസ്, പാട്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പാട്ട് പാടാൻ അറിയണവര് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോനില്ലാത്തോണ്ട് മോനൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല, അവന് പരീക്ഷ ആയിരുന്നല്ലോ. മോൻ ഉണ്ടെങ്കിൽ അവനൊരു ഡാൻസ് ഒക്കെ കളിക്കാന്ന് വിചാരിച്ചതാണ്.
ഇതാണ് ഞങ്ങളുടെ ചേട്ടന്മാര് തറവാട്ടിലത്തെ. കുറെ ഏട്ടന്മാർക്കൊന്നും വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പെങ്ങന്മാർക്കൊന്നും. അപ്പൊ അടുത്ത പൂജയാകുമ്പോ ഞാൻ എല്ലാതും അടിപൊളിയായിട്ട് എടുക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ കുഞ്ഞു മക്കള് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു, പാട്ട് പാടുകയൊക്കെ ചെയ്തു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിലത്തെ ചാർജ് കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ.